എല്ലാവർക്കും നമസ്കാരം. ദീപ്താസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ഗുലാബ് ജാമുൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ബ്രെഡും പാൽപ്പൊടിയും ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗുലാബ് ജാമുൻ തയ്യാറാക്കാം. ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഷുഗർ സിറപ്പൊന്നും ഉണ്ടാക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തിളപ്പിച്ച് ഇതിൽ പഞ്ചസാരയൊക്കെ ഒന്ന് അലിയിച്ചെടുക്കാം. പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയതിന് ശേഷം ഇതിലേക്ക് ഒരു 5 ഏലക്കായ ചെറുതായിട്ടൊന്ന് ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതുകൂടി ചേർത്തിട്ട് ഒരു 2 മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. നല്ലൊരു ഫ്ലേവറിനായിട്ട് ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. നെയ്യിന് പകരം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ റോസ് വാട്ടർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗുലാബ് ജാമുനുള്ള ഡോ തയ്യാറാക്കി എടുക്കാം. ഞാനിവിടെ 7 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അരികുവശമൊക്കെ കളഞ്ഞ് ഈ ഒരു വെള്ള ഭാഗം മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇതിപ്പോൾ ഒരു 5-6 ബ്രെഡ് ആയിരുന്നാലും കുഴപ്പമില്ല, നമുക്കത് വെച്ചിട്ടായാലും ചെയ്തെടുക്കാം. ഇനി മിക്സിയുടെ ജാറിലിട്ട് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഒരു അരിപ്പ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ബ്രെഡ് പൊടി ചേർക്കാം. ഇനി നമ്മൾ പുട്ടിനൊക്കെ പൊടി നനയ്ക്കുന്ന ആ ഒരു രീതിയിൽ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്നുകൂടി നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഇനി കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്തിട്ട് ഇത് കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. ഇതിൽ പെട്ടെന്ന് വെള്ളം കൂടി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കുഴച്ച് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഈ മാവ് കുഴച്ചെടുക്കാനായിട്ട് മൊത്തം 6 ടേബിൾ സ്പൂൺ വെള്ളമാണ് നമുക്ക് വേണ്ടി വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ എടുക്കുന്ന ബ്രെഡ് കുറച്ച് ഡ്രൈ ആയിട്ടുള്ളതാണെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടി വരും. ഇതിപ്പോൾ തൊട്ട് നോക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ടിരിക്കുന്നുണ്ട്. ഈ ഒരു പാകത്തിലാണ് നമ്മൾ ഈ മാവ് റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. ഓരോന്നും കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം. ഇതെല്ലാം ഫ്രൈ ചെയ്തിട്ട് പഞ്ചസാര പാനിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. പാനിയിൽ കിടന്നിട്ട് ഇത് കുറച്ചും കൂടി ഒരു വലിപ്പം വയ്ക്കും. അതിനനുസരിച്ച് ആവശ്യത്തിനുള്ള വലിപ്പത്തിൽ ബോൾസ് ആക്കി എടുക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഓയിൽ ചെറുതായിട്ട് ചൂടായി കഴിയുമ്പോൾ തന്നെ നമുക്ക് ബോൾസ് എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ചിപ്സൊക്കെ വറുക്കുന്ന രീതിയിൽ എണ്ണ ഒരിക്കലും ചൂടാവരുത്. അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇനി നമ്മൾ കൈ എടുക്കാതെ തന്നെ ഈ രീതിയിൽ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഏകദേശം ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടും. ഇതിപ്പോൾ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ചെറിയൊരു കളറ് വന്നു കഴിഞ്ഞാൽ ഉടനെ എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ഇനി ഈ ബോൾസ് എല്ലാം നല്ല ചൂടുള്ള ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ബാക്കിയുള്ളത് കൂടി ഇതുപോലെ തന്നെ വറുത്തെടുക്കാം. ഇനി ഷുഗർ സിറപ്പെല്ലാം ഇതിലേക്ക് നന്നായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കാം. ഇതിപ്പോൾ 1 മണിക്കൂറിന് ശേഷം എടുത്ത് നോക്കുമ്പോൾ ഗുലാബ് ജാമുൻ എല്ലാം നന്നായിട്ട് പഞ്ചസാര പാനിയിൽ കിടന്ന് നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.